LPST റാങ്ക് ഹോൾഡേഴ്സ് മാത്രമല്ല UPST റാങ്ക് ഹോൾഡേഴ്സും നീതിക്ക് വേണ്ടി ഏറെ നാളായി കാത്തിരിക്കുകയാണ്. അവിടെയും ആരും തിരിഞ്ഞു നോക്കാൻ എത്തിയിട്ടില്ല. എന്തായാലും ഇപ്പോൾ വി മുരളീധരൻ UPST റാങ്ക് ഹോൾഡേഴ്സിനെയും സന്ദർശിച്ച് അവരുടെ ആവശ്യങ്ങളൊക്കെ കേട്ടിരിക്കുകയാണ്. കൃത്യമായ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. സാഹചര്യത്തിലാണ് ഇവിടെ UP സ്കൂൾ ടീച്ചേഴ്സ് ആകാൻ വേണ്ടി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ 11 ദിവസമായിട്ട് നിങ്ങളിവിടെ സമരം ചെയ്യുന്നു എന്നിവിടെ സൂചിപ്പിച്ചു. ഞാൻ തൊട്ടപ്പുറത്ത് LP സ്കൂൾ ടീച്ചർമാരുടെ സമരത്തിൻ്റെ അവിടെയും കൂടി പോയിട്ടാണ് വരുന്നത്. അവരേതാണ്ട് 36 ദിവസമായി. കേരളത്തിൽ ഈ ഒരു പ്രതിസന്ധി, ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന പ്രതിസന്ധി, ആ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം പുതിയ സർക്കാർ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നിങ്ങളെല്ലാവരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അധ്യയന വർഷം തുടങ്ങി 2 മാസം പൂർത്തിയായി കഴിഞ്ഞിട്ടും നിയമനങ്ങളെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ സർക്കാരിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. സർക്കാർ 2 മാസം സമയം ഏത് അടിസ്ഥാനത്തിലാണ് എന്ന് എനിക്കറിയില്ല. കാരണം സർക്കാർ മറ്റു പല വിഷയങ്ങളിലും വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിൽ സർക്കാരിന് തീരുമാനം എടുക്കാൻ അധികം സമയമൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യം കുറവുള്ളതാണ് ഉയർന്ന വിദ്യാഭ്യാസം നേടി, കഷ്ടപ്പെട്ട് വിദ്യാഭ്യാസം നേടി, പരീക്ഷകൾ പാസ്സായി, മാസങ്ങളോളം വർഷങ്ങളോളം പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തി പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചതിന് ശേഷവും നിങ്ങളെല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണന എന്നുള്ളതാണ്. കേരളത്തിലെ സർക്കാരിൻ്റെ മുൻഗണനാക്രമം, ആ മുൻഗണനാക്രമം എന്താണ് എന്നുള്ള ആ ചോദ്യം ഒരു സാധാരണക്കാരൻ്റെ മനസ്സിൽ ഉയർത്തുന്നത്. കാരണം ഇവിടെ സമരം ചെയ്യുന്ന ആളുകൾ ഞങ്ങൾക്ക് തൊഴിൽ വേണമെന്ന് വെറുതെ ആവശ്യപ്പെട്ടിട്ട് സമരം ചെയ്യുന്നവരല്ല.